നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തെങ്ങിൻ തൈ എങ്ങനെ കുഴിച്ചിടാം, 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ തെങ്ങ് കായ്ക്കും, എങ്ങനെ കുഴിച്ചിട്ടാൽ തെങ്ങിൻ തൈ വേഗം കായ്ക്കും എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കമൻസ് കിട്ടി, അതിൽ ഉപ്പ് എന്തിനാണ് ഉപയോഗിക്കണേ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. ഉപ്പ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തെങ്ങിൻ തൈന് നല്ല മണ്ടരി പിടിക്കാത്ത തേങ്ങ ഉണ്ടാവാനും, അതുപോലെ തന്നെ നമ്മളിങ്ങനെ പച്ചിലകളൊക്കെ ഇടുമ്പോൾ അതിൽ കൃമിശല്യമൊക്കെ വരാണ്ട് ഇതൊക്കെ ഇങ്ങനെ ദഹിച്ചു പോകാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ സോഡിയം ക്ലോറൈഡാണല്ലോ ഉപ്പ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഉപ്പ് ചേർന്ന് കഴിഞ്ഞാൽ മണ്ണിന് നല്ല ഒലർമ കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണഴയുമ്പോൾ വേര് നല്ലോണം പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ തെങ്ങിൻ തൈന് നല്ല വളർച്ച കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. 1 കിലോ ഉപ്പ് നല്ലോണം തെങ്ങിൻ തൈന് ചേർക്കണം. അപ്പോൾ തെങ്ങിൻ തൈന് ഉപ്പ് നമ്മൾ നല്ലോണം ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കണം. 1 കിലോ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ തെങ്ങിൻ തൈ വളരെയധികം ശക്തിയിൽ ഉണ്ടാവും. ഇത് പിന്നെ നമ്മൾ ഉപ്പ് ഇടുന്നതോട് കൂടിയിട്ട് നമ്മൾ തെങ്ങിൻ തൈൻ്റെ കൂമ്പിനും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമൊക്കെ ഒന്ന് കുറയും. ഉപ്പ് ഇത് കൂമ്പിലും കൂടി ചെന്ന് കഴിഞ്ഞാൽ തെങ്ങിൻ തൈന് നല്ലതാണ്. നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അത് കാരണമാണ് ഉപ്പ് ചേർക്കുന്നത്. നല്ല തെങ്ങിൻ തൈന് വളരാൻ വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഉപ്പ്. നാളികേരം നല്ലോണം ഉണ്ടാവാൻ ഇത് നല്ലോണം സഹായിക്കുന്നുണ്ട് ഉപ്പ്. അതുപോലെ തന്നെ നാളികേരം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ കൊപ്ര ഉണ്ടാവില്ല. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ആട്ടാൻ വേണ്ടിയിട്ട് കൊപ്ര ഉണക്കുമ്പോൾ കൊപ്രയുടെ തൂക്കം നല്ലോണം കൂടുതലായിട്ട് കിട്ടും. അപ്പം നമുക്ക് വെളിച്ചെണ്ണ കൂടുതൽ കിട്ടും. പിന്നെ മഞ്ഞളിപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ മച്ചിങ്ങ കൊഴിയൽ വരാണ്ടിരിക്കാനും ഉപ്പ് ചേർക്കും. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടന നന്നാവാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഉപ്പ് ചേർക്കും. ഇപ്പം നമ്മൾ തെങ്ങിൻ തൈന് ഇപ്പം ഞാനിവിടെ ചേർത്തുള്ളത് ഈ വാഴയുടെ ഇലകളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സൂക്ഷ്മജീവികളൊക്കെ അതിലുണ്ടാവില്ല. അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ളത് പാടുള്ളൂ, അധികം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നല്ലതാണ്. പിന്നെ ഈ തെങ്ങുമ്മ ഇലപ്പുള്ളി രോഗം ഉണ്ടാവും, അത് നിയന്ത്രിക്കാനും ഉപ്പ് നല്ലതാണ്. പിന്നെ മണ്ണൊന്ന് അഴഞ്ഞിങ്ങനെ വരുമ്പോൾ നമ്മുടെ തെങ്ങിൻ തൈന് നല്ല വേരോട്ടം കിട്ടും. അതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കും. പിന്നെ വേര് അപ്പം നല്ല തടസ്സമില്ലാണ്ട് ഇങ്ങനെ വളരും. പിന്നെ അമ്ലത്വം കുറയും. അപ്പോൾ തന്നെ നമ്മുടെ തെങ്ങിൻ തൈ നല്ല ഉഷാറാവും. നമ്മൾ തെങ്ങ് തൈ നടുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് തിരഞ്ഞെടുക്കണം. എന്നാൽ ആ തെങ്ങിൻ തൈ വേഗം കായ്ക്കുള്ളൂ. നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞ് പിന്നാലെ അതിൽ അവിടെ മൂടിലൊക്കെ വന്നു കഴിഞ്ഞാൽ തേങ്ങ ഉണ്ടാവൽ വളരെ സ്ലോയിലാവും. പിന്നെ തോട്ടത്തിലാണ് വയ്ക്കണേന്ന് വെച്ചാൽ ഓലകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. അപ്പം നമുക്ക് തേങ്ങകൾ കിട്ടുന്നത് കുറയും. അതൊരു പഴഞ്ചൊല്ലാണ്, ഓലപ്പൊട്ട തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഓലപ്പൊട്ട തമ്മിൽ കൂട്ടിമുട്ടാണ്ട് ഇത്തിരി അകത്തി അങ്ങനെ വേണം തെങ്ങിൻ തൈ വെക്കാനായിട്ട്. തെങ്ങിൻ തൈന് കുഴി എടുക്കുമ്പോൾ 1.5 അടി താഴ്ചയും 1 അടി വട്ടത്തിലും വേണം എടുക്കാനായിട്ട്. എന്നാൽ തെങ്ങിൻ തൈ നല്ല ആഴത്തിൽ വരുള്ളൂ. പിന്നെ പൂഴി പ്രദേശമാകുമ്പോൾ അത്ര അധികം താഴ്ത്തണ്ട. ഇത് ചെങ്കല്ല് പ്രദേശമായ കാരണം അത്ര അടി താഴ്ച വേണം. പിന്നെ ഇപ്പോൾ വളപ്രയോഗം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം കുമ്മായം ചേർത്തിട്ട് വേണം. കുമ്മായം ചേർത്ത് 10-15 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ പിന്നെ അടുത്ത വളം ചേർക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ചേർക്കണ ജൈവവളമായാലും രാസവളമായാലും നമ്മുടെ തെങ്ങിൻ തൈന് കിട്ടുള്ളൂ. പിന്നെ പച്ചില വളങ്ങൾ ഇടണം. ശീമക്കൊന്ന നമ്മൾ ഒരു 4 മാസം കൂടുമ്പോൾ ശീമക്കൊന്ന, അതായത് തൂപ്പ് ശീമക്കൊന്ന വളർത്തിയിട്ട് വെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാഷ് ഒക്കെ കുറയ്ക്കാം. അതിൽ പൊട്ടാഷ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അങ്ങനെ എല്ലാ തെങ്ങിന് വേണ്ട എല്ലാ വളങ്ങളും അതിലുണ്ട്. അപ്പോൾ നമ്മൾ ശീമക്കൊന്ന വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ വെയിലുള്ള സ്ഥലം ശ്രദ്ധിക്കുക, അതാണ് മെയിൻ പോയിന്റ്. വെയിൽ നല്ലോണം വേണം തെങ്ങിൻ തൈന് തേങ്ങ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല വെയിറ്റുള്ള നാളികേരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ മണ്ടരി രോഗം കുറയും. അങ്ങനെ രോഗങ്ങളും കുറച്ച് കുറവ് കിട്ടും. ഉപ്പിൻ്റെ ഉപയോഗം കൊണ്ട് തെങ്ങിൻ്റെ കായ്ഫല ഇരട്ടിയാവും. നമ്മളതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടും. നമ്മുടെ വീട്ടിലേക്ക് ഒരു തെങ്ങ് മതിയാവും നമ്മുടെ വീട്ടു ചെലവിനുള്ള നാളികേരമൊക്കെ കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ കൊല്ലത്തിൽ 2 പ്രാവശ്യം വളപ്രയോഗം നടത്തണം. അതൊരു 50 കിലോ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 പ്രാവശ്യത്തിൻ്റെ ഉള്ളിൽ അതിലേക്ക് ചേർക്കണം. പിന്നെ തെങ്ങിൻ്റെ ആ പട്ടകളൊക്കെ ഉണ്ടല്ലോ, പട്ടേര അവിടുത്തെ ഈ കോഞ്ഞാട്ടിൻ കൊതുമ്പൊക്കെ നമ്മൾ കൊല്ലത്തിൽ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ണാടി ഇളക്കം തട്ടാൻ പാടില്ല. അപ്പോൾ ആക്കി കഴിഞ്ഞാൽ തെങ്ങ് വൃത്തിയാവും. അപ്പോൾ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമൊന്നും ഉണ്ടാവില്ല. തെങ്ങ് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സുണ്ട്, തെങ്ങേറ്റക്കാർ ചെയ്യും. അപ്പോൾ അത് നന്നായി തെങ്ങ് വളരും. അതുപോലെ തന്നെ കായ്ഫലം കിട്ടും ചെയ്യും.